വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മതി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്നാം പാല് അല്ലെങ്കിൽ കട്ടിപ്പാൽ എന്ന് പറയുന്ന ആ ഒരു പാലാണ് എടുക്കേണ്ടത്. നല്ല കട്ടിയായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. മിക്സിയിൽ അരച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്, പക്ഷേ കുറച്ച് വെള്ളം ഉപയോഗിച്ച് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ശർക്കരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല രുചി കിട്ടുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു ശർക്കര തേങ്ങാപ്പാലിൽ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ ഞാനിവിടെ ശർക്കര ഏകദേശം 125 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് സമയം എടുക്കും ഇത് യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി യോജിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം വേണം നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ 3 മുട്ടയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അഥവാ നിങ്ങൾ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ കൂട്ടിയെടുത്താൽ മതി. ഈ ഒരു 3 മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ഒരു മുട്ടയും തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കൂടെ യോജിച്ച് വരണം. ഒരുപാട് ഇട്ടിളക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് ഇങ്ങനെ പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ മിക്സറിലൊന്നും ഇട്ട് മിക്സ് ചെയ്യാതിരിക്കുക. ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ മുട്ടയും നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ രുചി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം ഒന്ന് നെയ്യ് തടവി എടുക്കുന്നുണ്ട്. നെയ്യ് തടവി എടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് കൂട്ടൊഴിച്ച് കൊടുക്കാം. കൂട്ടൊഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മുട്ട നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശർക്കരയിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഈ ഒരു അരിക്കുമ്പോൾ സാധിക്കും. അപ്പോൾ ഇതുപോലെ അരിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ അരിപ്പയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു അലുമിനിയം ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ മൂടി ഏതെങ്കിലും ഒരു പാത്രം വെച്ച് മൂടിയാൽ മതി. ആ ഒരു രീതിക്ക് മൂടിയിട്ട് വേണം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ അത് ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അഥവാ പറ്റി പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് പുറത്ത് മാറ്റി വെക്കാം. ചൂട് നല്ലപോലെ മാറി വന്നതിന് ശേഷം ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഒരുപാട് നേരം വെച്ചിരുന്നില്ല. ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഡിമോൾഡ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പൊട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വറ്റലപ്പാണ്. വറ്റലപ്പത്തിന്റെ ശരിക്കും ടെക്സ്ചർ ഇതുപോലെയാണ് വേണ്ടത്. ഒരുപാട് ഹോളുകളൊക്കെ ആയിട്ട് കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.